അള്ളാഹു നൽകുന്ന നിർദ്ദേശം, അള്ളാഹു തിരുത്താൻ നൽകുന്ന ഉദ്ദേശം, അള്ളാഹു ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നൽകുന്ന ഉദ്ദേശം, ഈ ഉദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കലാം കദീമായ അള്ളാഹു എന്നുണ്ടോ അന്നേ ഉള്ള തിരുദാത്തിലെ കലാമിനെ അള്ളാഹു അവതരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർത്തമാന ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചലനങ്ങളിൽ അള്ളാഹു തആല അതിനുള്ള വഴികൾ ഉണ്ടാക്കുന്നു. നിങ്ങളിവിടെ നമ്മൾ ഇന്നലത്തെ വിഷയാവതരണത്തിൽ കേട്ടല്ലോ, നബിയുടെ വിവാഹമാണ് വലിയ പ്രശ്നം. ആ വിവാഹങ്ങൾ അത്രയും, ആ വിവാഹത്തിൽ നബിയുടെ ഇണയായി വന്നിട്ടുള്ള ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ദൗത്യമുണ്ട്, ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണയാക്കി നൽകുകയാണ് അവരെ. ധർമ്മമില്ലാത്തവരെ അള്ളാന്റെ റസൂല് ഇണയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, മാതാപിതാക്കൾ ഇണയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് വേണ്ട എന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ഇത് നമ്മൾ വായിച്ചല്ലോ, കേട്ടല്ലോ. എല്ലാ ഇനങ്ങളും നമ്മൾ ഇന്നലെ വായിച്ച് കേട്ട നബിയുടെ ജീവിതത്തിന്റെ ഏത് ഭാഗങ്ങൾ നോക്കിയാലും ഈ ഒരു വസ്തുവ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിച്ചം നൽകുന്നതിന് വേണ്ടി, ഉമ്മത്തിന് വെളിച്ചം നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ക്രമീകരിച്ച് വ്യവസ്ഥാപിതമായ രീതിയിൽ ചലിപ്പിച്ച് ആ ചലനത്തിലൂടെ ഉമ്മത്തിന് വേണ്ടി വെളിച്ചം നൽകുകയാണ്.